രാവിലെ 6:30 മണിയായിട്ടുണ്ടേ. മോനെയും കൊണ്ട് ഇക്ക മദ്രസയിൽ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ അടുക്കളയിലിട്ട് വന്നിട്ട് റൈസ് കുക്കറിൽ നിന്ന് ചോറൊക്കെ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിച്ചൂര കിട്ടിയത്. അപ്പോൾ ആ മീൻകറി രാവിലെ ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഴുക്കിനുള്ള ഐറ്റം എന്ന് പറയുന്നത് വഴുതനയും വെണ്ടയ്ക്കയും കൂടെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് വിഴുക്ക് വെക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ചിലയിടത്ത് വിഴുക്കെന്ന് പറയും, ചിലയിടത്ത് പുഴുക്കെന്ന് പറയും കേട്ടോ. അപ്പോൾ അതാ പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടേ. അപ്പോൾ ഞാൻ മഴയുടെ ശബ്ദം കേട്ടിട്ട് ഓടി വന്ന മഴയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണേ. പിന്നീട് ഞാൻ നേരെ ചെന്നിട്ട് വെണ്ടയ്ക്ക മോരുകറി വെക്കാമെന്ന് പറഞ്ഞിട്ട് തക്കാളിയല്ല സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് താളിച്ചിട്ട് നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇത് അപ്പുറത്ത് ഞാനിതാ വെണ്ടയ്ക്ക വിഴുക്കും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ വീണ്ടും നൈസായിട്ട് കട്ട് ചെയ്ത വെണ്ടയ്ക്ക് ഇതിലിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് വശക്കണം. പിന്നെ ഊറ്റി വടിച്ച് വെച്ചിരുന്ന ചോറ് ഞാൻ നന്നായിട്ടൊന്ന് പൊരിക്കാനായിട്ട് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ട വീഡിയോ മിസ്സായിപ്പോയേ ഇതിൽ നിന്ന്. അപ്പോൾ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന കട്ടി തൈരും കൂടി ഇതിൽ ചേർക്കണം. പിന്നെ തൈരാണ്, തിളപ്പിക്കാൻ നിൽക്കരുത്. നേരെ ചെറിയൊരു ചൂടായതിനു ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്ത് വെക്കാവേ. കണ്ടോ, അപ്പോഴത്തേക്ക് മിക്ക മോനെയും കൊണ്ട് മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇക്കാക്കുള്ള ചായയൊക്കെ ഇതാ ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇക്ക വന്നതിന് ശേഷം പിന്നെ എനിക്ക് നല്ലൊരു ആശ്വാസമുണ്ട്. കാരണം ഇക്ക വന്നു കഴിഞ്ഞാൽ മക്കളെ രണ്ടുപേരെയും കുളിപ്പിച്ച് വൃത്തിയാക്കി ഫുഡൊക്കെ കൊടുത്ത് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ മൂത്താൾ UKG പഠിക്കുന്നത്, രണ്ടാമത്തെ ആൾക്ക് 1.5 വയസ്സേ ആയിട്ടുള്ളേ. അപ്പോൾ ഇതിനിടയ്ക്ക് ചായയൊക്കെ ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കാപ്പിയും കൂടെ പെട്ടെന്ന് റെഡിയാക്കുന്നുണ്ട്. ഇന്നത്തെ ഉരുളക്കിഴങ്ങ് കറിയാണ്. ഇതാ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ സെറ്റായി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചപ്പാത്തിയും റെഡിയാക്കുന്നുണ്ട്. ചപ്പാത്തി റെഡിയാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ മീനും കൂടി പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ജോലികളൊക്കെ ആകുമ്പോൾ നല്ല പാടാണ്. എങ്കിലും ഞാൻ എല്ലാം അങ്ങ് പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കാടെയും മോൻ്റെയും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അതാ അവരെ ലഞ്ച് ബോക്സും കൂടി തയ്യാറാക്കുകയാണ് പെട്ടെന്ന്. അപ്പോൾ ഇക്കാക്ക് മീൻ പൊരിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, വിഴുക്കും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മോന് ഞാനിതാ മീൻ മുള്ളൊക്കെ മാറ്റിയിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് രണ്ടുപേർക്ക് ഇതാ മോര് കറിയും ഇക്കാക്ക് ഇതാ മറ്റേ മീൻ കറിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മോൻ ഇന്ന് ലഞ്ച് ബോക്സല്ല സ്നാക്സ് ബോക്സിൽ നിന്ന് കൊടുത്തു വിടാൻ മറന്നു കേട്ടോ. പിന്നെ ഞാൻ സ്കൂളിൽ നേരത്തെ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചർ അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് വീഡിയോയ്ക്ക് ചെയ്തതിൻ്റെ ആ ഒരു തിരക്കിൽ ഞാൻ വിട്ടുപോയതാണ്. ഭയങ്കര വിഷമമായി പോയിക്കൊണ്ടാലും കുഴപ്പമില്ല, ടീച്ചർ ഷെയർ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഒരു മനസ്സിലൊരു സമാധാനം കിട്ടി കേട്ടോ. പിന്നെ ഇവരെ ലഞ്ച് ബാഗൊക്കെ ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ അകത്താക്കി ഇനി സെറ്റ് ചെയ്തതിന് ശേഷം മോനെ ഇനി സ്കൂളിലോട്ട് കൊണ്ടാക്കാൻ വേണ്ടി ഇക്ക പോയിട്ടുണ്ടേ. പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇവരെ കൊണ്ടുപോയതിന് ശേഷമാണ് മഴ തുടങ്ങിയത്. അപ്പോൾ ഇക്കായും മോനും ഇളയാളൊക്കെ നല്ല നനഞ്ഞായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ബെഡൊക്കെ ഒതുക്കാനായിട്ട് റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. നേരെ ചെന്ന് ജനലൊക്കെ തുറന്നിട്ടപ്പോൾ എന്ത് മഴയും നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സ്പീഡി എൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചേ. അപ്പോൾ ഇക്ക വന്നപ്പോഴത്തേക്കും കൊഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് ക്ലീൻ ചെയ്തിട്ട് നാളെ എടുക്കാമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഇക്ക വന്നപ്പോൾ ഇക്കയുടെ തലമുടിയൊക്കെ ഞാൻ നന്നായിട്ട് തോർത്തി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞു മോനാണെങ്കിൽ നേരെ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇക്ക അവനെ പിടിച്ച് വെച്ചിട്ടാണ് തലയൊക്കെ തോർത്തി കൊടുക്കുന്നത്. പിന്നെ ഒരു വലിയൊരു ടാസ്ക്കാണ്. കാരണം ഇക്ക ഇനി കടയിലോട്ട് പോവുകയാണ്. കടയിൽ 11 മണിയായി മഴ ആയതുകൊണ്ട്. അപ്പോൾ ഇക്ക അവനെ നോക്കിയപ്പോൾ അവൻ സങ്കടം വന്ന് നിൽക്കുകയാണ്. ടാറ്റയൊക്കെ പറഞ്ഞ് പാവ ഇക്ക തിരിഞ്ഞ് നോക്കിയാണ് പോകുന്നത്. അപ്പോൾ അവൻ ഇങ്ങനെ ഇക്കായെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാവേ. ഓക്കെ.